ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. എന്തായിരുന്നു ആ പ്രശ്നം എങ്ങനെ ചോദിക്കുക? വാട്ട് വാസ് ദ പ്രോബ്ലം? എന്തായിരുന്നു ആ പ്രശ്നം? 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 ഇഷ്ടമുണ്ടെങ്കിൽ പറയൂന്ന് എങ്ങനെ പറയാ? ടെൽ മീ ഇഫ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടമുണ്ടെങ്കിൽ പറയൂ. 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 നിൻ്റെ കാല് പിടിക്കാമെന്ന് എങ്ങനെ പറയാ? ഐ കാൻ ഹോൾഡ് യുവർ ലെഗ്സ്. എനിക്ക് വയ്യ നിൻ്റെ കാല് പിടിക്കാൻ. ഐ കാൻ ഹോൾഡ് യുവർ ലെഗ്സ്. എനിക്ക് വയ്യ നിൻ്റെ കാല് പിടിക്കാൻ. ഐ കാൻ ഹോൾഡ് യുവർ ലെഗ്സ്. എനിക്ക് വയ്യ നിൻ്റെ കാല് പിടിക്കാൻ. ഐ കാൺട്ട് ഹോൾഡ് യുവർ ലെഗ്സ്. എനിക്ക് വയ്യ നിൻ്റെ കാല് പിടിക്കാൻ. പ്രശ്നത്തിലാന്ന് എങ്ങനെ പറയാ? ഐ ആം ഇൻ എ വെരി പ്രോബ്ലം. ഞാനോ ഓരോ പ്രശ്നത്തിലാ. ഐ ആം ഇൻ എ വെരി പ്രോബ്ലം. ഞാനോ ഓരോ പ്രശ്നത്തിലാ. ഐ ആം ഇൻ എ വെരി പ്രോബ്ലം. ഞാനോ ഓരോ പ്രശ്നത്തിലാ. ഐ ആം ഇൻ എ വെരി പ്രോബ്ലം. ഞാനോരോ പ്രശ്നത്തിലാ. പിന്നല്ലേ നിൻ്റെ പ്രശ്നം? ദാറ്റ്സ് യുവർ പ്രോബ്ലം ഈസിൻറ്റ് ഇറ്റ്. പിന്നല്ലേ നിൻ്റെ പ്രശ്നം? ദാറ്റ്സ് യുവർ പ്രോബ്ലം ഈസിൻറ്റ് ഇറ്റ്. പിന്നല്ലേ നിൻ്റെ പ്രശ്നം? ദാറ്റ്സ് യുവർ പ്രോബ്ലം ഈസിൻറ്റ് ഇറ്റ്. പിന്നല്ലേ നിൻ്റെ പ്രശ്നം? ആലോചിച്ചിട്ടും കിട്ടിയില്ല എന്നെങ്ങനെ പറയാ? നോ മാറ്റർ ഹൗ മച്ച് ഐ തോട്ട് അബൌട്ട് ഇറ്റ് ഐ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. നോ മാറ്റർ ഹൗ മച്ച് ഐ തോട്ട് അബൌട്ട് ഇറ്റ് ഐ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. നോ മാറ്റർ ഹൗ മച്ച് ഐ തോട്ട് അബൌട്ട് ഇറ്റ് ഐ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. ഞാൻ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. ആലോചിച്ചിരുന്നു എന്ന് ഇങ്ങനെ പറയാം? ഐ ഹാഡ് തോട്ട് അബൌട്ട് ഇറ്റ്. ഞാനത് ആലോചിച്ചിരുന്നു. 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 മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? ദർ വാസ് എ മെസ്സേജ് ഫ്രം മൈ സിസ്റ്റർ. ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ദർ വാസ് എ മെസ്സേജ് ഫ്രം മൈ സിസ്റ്റർ. ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ദർ വാസ് എ മെസ്സേജ് ഫ്രം മൈ സിസ്റ്റർ. ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ദർ വാസ് എ മെസ്സേജ് ഫ്രം മൈ സിസ്റ്റർ. ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ദർ വാസ് എ മെസ്സേജ് ഫ്രം മൈ സിസ്റ്റർ. ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ നിന്ന് എത്തി എന്നെങ്ങനെ പറയാ? ദേ അറൈവ്ഡ് ഫ്രം ദർ യെസ്റ്റർഡേ. അവർ ഇന്നലെ അവിടെ നിന്നും എത്തി. ദേ അറൈവ്ഡ് ഫ്രം ദർ യെസ്റ്റർഡേ. അവർ ഇന്നലെ അവിടെ നിന്നും എത്തി. ദേ അറൈവ്ഡ് ഫ്രം ദർ യെസ്റ്റർഡേ. അവർ ഇന്നലെ അവിടെ നിന്നും എത്തി. ദേ അറൈവ്ഡ് ഫ്രം ദർ യെസ്റ്റർഡേ. അവർ ഇന്നലെ അവിടെ നിന്നും എത്തി. ദേ അറൈവ്ഡ് ഫ്രം ദർ യെസ്റ്റർഡേ. അവർ ഇന്നലെ അവിടെ നിന്നും എത്തി. ഇനി നടക്കാൻ നല്ല രസം തോന്നി എന്നെങ്ങനെ പറയാം? ഇറ്റ് ഫെൽ ഗുഡ് ടു വാക്ക് ഇൻ ദ സ്നോ. മഞ്ഞിൽ നടക്കാൻ നല്ല രസം തോന്നി. ഇറ്റ് ഫെൽറ്റ് ഗുഡ് ടു വാക്ക് ഇൻ ദ സ്നോ. മഞ്ഞിൽ നടക്കാൻ നല്ല രസം തോന്നി. ഇറ്റ് ഫെൽറ്റ് ഗുഡ് ടു വാക്ക് ഇൻ ദ സ്നോ. മഞ്ഞിൽ നടക്കാൻ നല്ല രസം തോന്നി. ഇറ്റ് ഫെൽറ്റ് ഗുഡ് ടു വാക്ക് ഇൻ ദ സ്നോ. മഞ്ഞിൽ നടക്കാൻ നല്ല രസം തോന്നി. ഇറ്റ് ഫെൽറ്റ് ഗുഡ് ടു വാക്ക് ഇൻ ദ സ്നോ. മഞ്ഞിൽ നടക്കാൻ നല്ല രസം തോന്നി. ചെറിയ പ്രശ്നം എങ്ങനെ പറയാം? ദർ ഈസ് എ സ്മാൾ പ്രോബ്ലം വിത്ത് ദ ഫോൺ. ഫോണിനെന്തോ ചെറിയ പ്രശ്നം. ദർ ഈസ് എ സ്മാൾ പ്രോബ്ലം വിത്ത് ദ ഫോൺ. ഫോണിനെന്തോ ചെറിയ പ്രശ്നം. ദർ ഈസ് എ സ്മാൾ പ്രോബ്ലം വിത്ത് ദ ഫോൺ. ഫോണിനെന്തോ ചെറിയ പ്രശ്നം. ദർ ഈസ് എ സ്മാൾ പ്രോബ്ലം വിത്ത് ദ ഫോൺ.
ഫോണിനെന്തോ ചെറിയ പ്രശ്നം. ദർ ഇസ് എ സ്മാൾ പ്രോബ്ലം വിത്ത് ദ ഫോൺ. ഫോണിനെന്തോ ചെറിയ പ്രശ്നം. ുന്നുണ്ടോ എന്ന് തോന്നി എങ്ങനെ പറയാ? ഐ ഫെൽറ്റ് ലൈക്ക് ദ സൗണ്ട് വാസ് ഗെറ്റിംഗ് ലോവർ. സൗണ്ട് കുറയുന്നുണ്ടോ എന്ന് തോന്നി. ഐ ഫെൽറ്റ് ലൈക്ക് ദ സൗണ്ട് വാസ് ഗെറ്റിംഗ് ലോവർ. സൗണ്ട് കുറയുന്നുണ്ടോ എന്ന് തോന്നി. ഐ ഫെൽ ലൈക്ക് ദ സൗണ്ട് വാസ് ഗെറ്റിംഗ് ലോവർ. സൗണ്ട് കുറയുന്നുണ്ടോ എന്ന് തോന്നി. ഐ ഫെൽ ലൈക്ക് ദ സൗണ്ട് വാസ് ഗെറ്റിംഗ് ലോവർ. സൗണ്ട് കുറയുന്നുണ്ടോ എന്ന് തോന്നി. പേടിച്ചോണ്ട് കുഴപ്പമില്ല എന്നെങ്ങനെ പറയാം? ഇറ്റ്സ് ഓക്കെ ടു ബൈ എ ന്യൂ ഫോൺ. പുതിയ ഫോൺ പേടിച്ചോണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ടു ബൈ എ ന്യൂ ഫോൺ. പുതിയ ഫോൺ പേടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ടു ബൈ എ ന്യൂ ഫോൺ. പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ടു ബൈ എ ന്യൂ ഫോൺ. പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് കുഴപ്പമില്ല. തിരക്കായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഇറ്റ് വാസ് ബിസി ഫ്രം ദ മോർണിംഗ് ഓൺവേർഡ്സ്. രാവിലെ തൊട്ടേ തിരക്കായിരുന്നു. ഇറ്റ് വാസ് ബിസി ഫ്രം ദ മോർണിംഗ് ഓൺവേർഡ്സ്. രാവിലെ തൊട്ടേ തിരക്കായിരുന്നു. ഇറ്റ് വാസ് ബിസി ഫ്രം ദ മോർണിംഗ് ഓൺവേർഡ്സ്. രാവിലെ തൊട്ടേ തിരക്കായിരുന്നു. ഇറ്റ് വാസ് ബിസി ഫ്രം ദ മോർണിംഗ് ഓൺവേർഡ്സ്. രാവിലെ തൊട്ടേ തിരക്കായിരുന്നു. ഇറ്റ് വാസ് ബിസി ഫ്രം ദ മോർണിംഗ് ഓൺവേർഡ്സ്. രാവിലെ തൊട്ടേ തിരക്കായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന് എങ്ങനെ പറയാം? ഐ ഹേർഡ് ദ ചൈൽഡ് ക്രൈ ഇൻ ദ ഹൗസ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഐ ഹേർഡ് ദ ചൈൽഡ് ക്രൈ ഇൻ ദ ഹൗസ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഐ ഹേർഡ് ദ ചൈൽഡ് ക്രൈ ഇൻ ദ ഹൗസ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഐ ഹേർഡ് ദ ചൈൽഡ് ക്രൈ ഇൻ ദ ഹൗസ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഐ ഹേർഡ് ദ ചൈൽഡ് ക്രൈ ഇൻ ദ ഹൗസ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. വന്നിട്ടാണ് അത് കരയുന്നത് എങ്ങനെ പറയാ? ഇറ്റ് ക്രൈസ് വെൻ ഇറ്റ് ഫാൾസ് അസ്ലീപ്പ്. ഉറക്കം വന്നിട്ടാണ് അത് കരയുന്നത്. ഇറ്റ് ക്രൈസ് വെൻ ഇറ്റ് ഫാൾസ് അസ്ലീപ്പ്. ഉറക്കം വന്നിട്ടാണ് അത് കരയുന്നത്. ഇറ്റ് ക്രൈസ് വെൻ ഇറ്റ് ഫാൾസ് അസ്ലീപ്പ്. ഉറക്കം വന്നിട്ടാണ് അത് കരയുന്നത്. ഇറ്റ് ക്രൈസ് വെൻ ഇറ്റ് ഫാൾസ് അസ്ലീപ്പ്. ഉറക്കം വന്നിട്ടാണ് അത് കരയുന്നത്. ഇറ്റ് ക്രൈസ് വെൻ ഇറ്റ് ഫാൾസ് അസ്ലീപ്പ്. ഉറക്കം വന്നിട്ടാണ് അത് കരയുന്നത്. സംഭരിച്ചു എന്നെങ്ങനെ പറയാ? ദെൻ ഐ ഗാദേർഡ് മൈ കറേജ്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ചു. ദെൻ ഐ ഗാദേർഡ് മൈ കറേജ്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ചു. ദെൻ ഐ ഗാദേർഡ് മൈ കറേജ്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ചു. ദെൻ ഐ ഗാദേർഡ് മൈ കറേജ്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ചു. ദെൻ ഐ ഗാദേർഡ് മൈ കറേജ്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ചു.